വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ബീഫ് കഫ്സയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 1 പീസ് പട്ട, അതുപോലെ 1 ബേ ലീഫ് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ കഫ്സ മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ ആണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ നല്ലോണം ജ്യൂസ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോ ഒന്ന് വഴറ്റിയെടുക്കാം. ആ പൊടിയും ടൊമാറ്റോയും കിടന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മഞ്ഞളും ഉപ്പും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിലുള്ള വെള്ളത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് ഇത് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഈ ബീഫും ഈ മസാലയും കൂടി ഒന്ന് വേവാനായിട്ട് വെക്കാം. ആ ഒരു മസാലയൊക്കെ ബീഫിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബീഫ് ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. ഇത് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് റൈസ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു കപ്പിന് 1 കപ്പ് അളവിൽ. അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു കപ്പ് അരിക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം. ഇനി ഇതിലേക്ക് 1 ഉണക്കനാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഓൾറെഡി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബസുമതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റൈസ് എടുക്കുമ്പോൾ ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം എടുക്കാം. വെള്ളവും റൈസും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും റൈസ് റെഡിയാവും. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഫ്സ റൈസാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 1-2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കഫ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഫ്സ റൈസാണ് ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ.